everyone, welcome to the online classes of Brilliance Academy. അപ്പോൾ ഇന്ന് നമ്മൾ 24th ചാപ്റ്റർ ആയിട്ടുള്ള റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താണ് വരുന്നത് നോക്കാം. അപ്പോൾ നോക്കാം, ഇതാണ് ലാസ്റ്റ് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് കേട്ടോ. നമുക്കുള്ള എക്സാമിൽ വരാനുള്ളതിൽ ലാസ്റ്റത്തതാണ്. അപ്പോൾ ഈ ഒരു റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് UN സെക്രട്ടറി ജനറലിൻ്റെ ഒരു മെസ്സേജാണ് ഫസ്റ്റ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് അതിൽ പറയുന്നുണ്ട് നമ്മൾ 26th June 2005 കൊടുത്തൊരു മെസ്സേജാണ്. ഈ ഒരു ഡേയുടെ പ്രത്യേകത എന്താ വെച്ചാൽ June 26th നമ്മൾ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യില്ല എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഇൻ്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ് എന്നുള്ളതിൻ്റെ ആ ഒരു ഡേ ആണ് June 26th എന്നുള്ളത്. അപ്പോൾ അന്നുള്ളൊരു മെസ്സേജാണ് ഫസ്റ്റ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ പറയുകയാണെന്താ ഒരു ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ഇൻ്റർനാഷണൽ ഡേയിൽ, അതായത് ഡ്രഗ് അബ്യൂസിനും ട്രാഫിക്കിംഗ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഡേയിൽ നമുക്ക് കാണാൻ എന്തെന്ന് പറയുന്നത്, വി സെലിബ്രേറ്റ് the choice that millions of people around the world have made to live healthily, and we applaud the courage shown by those who have stopped using drugs. നമ്മൾ നോക്കണം, അതായത് കുറേ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡ്രഗ്സിലേക്കൊന്നും കടക്കാതെ നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആളുകളുമാണ് ആരെന്ന് പറയുന്നത്, ഈ ഒരു ഇതിലേക്ക് ഡ്രഗ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് വേണ്ട എന്ന് വെച്ചവർ നമ്മളൊരുപോലെ എന്ത് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അത്രയും ചെറിയ കാര്യം. ഉപയോഗിച്ചതുകൊണ്ട് പിന്നെയും തുടർന്ന് ഉപയോഗിക്കണം എന്നല്ല, പിന്നെ നമ്മളത് നിർത്തുന്നത്, അതായത് നമ്മൾ തിരിച്ചറിവാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതും നമ്മൾ എന്താണ് ആഘോഷിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവർക്കും ഒരു പോസിറ്റീവ് മെസ്സേജ് കൊണ്ടുവരണം. എന്താണ്, യൂസ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ മൈറ്റ് ബി ടെംപ്റ്റഡ്, അതായത് യൂസ് ചെയ്യാൻ ചില സാധ്യതയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മളെ വാല്യൂ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിരിക്കും, നമ്മുടെ ചോയ്സസ് എപ്പോഴും എന്തായിരിക്കണം, ഹെൽത്തി ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു ഒക്കേഷനിൽ അവർ പറയുകയാണ്, ഈ ഒരു മെസ്സേജിൽ അവർ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നാൽ, ഈ 200 million പീപ്പിൾ ആർ സ്റ്റിൽ കൺസ്യൂമിങ് ഇല്ലീഗൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രിസ്ക്രൈബ് ആ ഒരു ഇതിൽ വരുന്നത് മാത്രമേ നമുക്ക് ലീഗലായിട്ട് പറയാൻ പറ്റുള്ളൂ. ബാക്കി അല്ലാതൊക്കെ എടുക്കുന്നതൊക്കെ എന്ത് തന്നെയാണ്, ഇല്ലീഗലാണ്. അപ്പോൾ പറയുന്നത് ഏകദേശം 200 million ആളുകൾ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട്, ഇല്ലീഗൽ ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം വെച്ചാൽ കാണുന്ന സമയത്ത് നല്ല അടിപൊളി പേരും കളറൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ഒരു ഡ്രഗ്സ് എന്ന് പറയുന്ന സമയത്ത് നല്ല പേരുകൾ, ഇതാക്കുക കുറച്ച് പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, ക്രാക്ക്, പോട്ടെ, ജങ്ക്, അങ്ങനെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കളർഫുൾ പേരും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം എന്ത് മാത്രമാണെന്ന് പറയുന്നത്, മരണത്തിലേക്കുള്ളൊരു ടിക്കറ്റ് മാത്രമാണ് എന്ത്, ഈ ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രാപ്ഡ് ആയിട്ടുള്ളവർക്ക്, അതായത് അഡിക്റ്റായി എന്ന് കരുതിയിട്ട് അവരെങ്ങനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കണം എന്നില്ല, നമുക്ക് അവർക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ പറ്റും. അതായത് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് കുറച്ച് കറേജിയസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ, എല്ലാവരെ കൊണ്ടും സാധിക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നമ്മളൊക്കെ അവർക്ക് വേണ്ട ആ കറേജ് നമ്മൾ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ആ കറേജ് എടുക്കുന്നവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ നിൽക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ലൈഫ് സേവിങ് ആണല്ലേ. നമ്മൾ തെറ്റിലേക്ക് പോയി എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ തന്നെ നിൽക്കണം എന്നാണോ, അല്ല, തിരുത്തുകയാണ് വേണ്ടത്. അത് ലൈഫ് സേവിങ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹെൽത്തി ചോയ്സസ് ആണ് നമ്മുടെ ലൈഫിൽ എടുക്കേണ്ടത്. ഹെൽത്തി ചോയ്സ് എന്ന് പറയുന്നത് എന്താണ് കാണിക്കുന്നത്, ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് കാണിക്കുന്നത്. അത് നമ്മൾ ശരീരത്തിനും മനസ്സിനും ഒക്കെ എന്താണ്, ഒരു പോസിറ്റീവ് എഫക്റ്റാണ് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുവഴി നമ്മൾ ഹെൽത്തും വെൽബീങ് ഒക്കെ ഇമ്പ്രൂവ് ആവും. പിന്നെ അതുപോലെ തന്നെ ടീം വാല്യൂവിനെ കുറിച്ചിട്ട് ആളുകൾക്ക് അതിൻ്റെ വാല്യൂവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഡിസിപ്ലിൻ ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ ബിൽഡ് സെൽഫ് കോൺഫിഡൻസ്, ഇതൊക്കെ കൊണ്ടുവരുന്ന വഴി നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ളത് കാണിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി അതിൽ സെക്കൻഡ് സെക്ഷനാണ് വരുന്നത്. സെക്കൻഡ് സെക്ഷനിൽ പറയുന്ന സമയത്ത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് പറയണത്, ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ട്രീറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്, ഭേദമാക്കാവുന്ന അതാണ്. അതായത് നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് വഴി സ്വാഭാവികമായിട്ടും ആ ആളെ നമുക്ക് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാം, that is tailored to individual needs, patients can leave their condition and live normal അല്ലേ. അതുവഴി ആ ഒരു ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും അവരുടെ ജീവിതം പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, ഡയബറ്റീസും ഹാർട്ട് ഡിസീസും ഒക്കെ ഉള്ള ആളുകൾ എങ്ങനെയാണോ എന്താണ്, അതുപോലെ പീപ്പിൾ ഇൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് അഡിക്ഷൻ ലേൺ ബിഹേവിയറൽ ചേഞ്ചസ് ആൻഡ് ഓഫൻ ടേക്ക് മെഡിക്കേഷൻസ് ആൻഡ് പാർട്ട് ഓഫ് ദിയർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ പറയാണ്, മറ്റുള്ള ആളുകൾ എങ്ങനെയാണോ അവരുടെ അസുഖം ഭേദമാക്കാൻ വേണ്ടി മരുന്ന് കുടിക്കുന്നത്, അതേപോലെ ഇവർക്ക് എന്ത് ചെയ്യുക, അങ്ങനത്തെ മെഡിക്കേഷൻ വഴി എന്ത് ചെയ്യാം, അവരുടെ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയും കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെയാണ് ബിഹേവിയറൽ തെറപ്പീസ് വരുന്നത്, കൗൺസിലിങ്ങും സൈക്കോ തെറാപ്പി, അതുപോലെ തന്നെ സപ്പോർട്ട് ഗ്രൂപ്പ്, ഫാമിലി തെറാപ്പി, ഇതുവഴി നമുക്ക് എന്ത് ചെയ്യുക, ഈ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് തെറാപ്പീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന വഴി എന്താ വെച്ചാൽ, ഹെൽപ്പ് ഇൻ സപ്രസിങ് ദ വിഡ്രോവൽ സിൻഡ്രോം ആൻഡ് ഡ്രഗ് ക്രേവിങ് ആൻഡ് ഇൻ ബ്ലോക്കിംഗ് ദ എഫക്ട് ഓഫ് ഡ്രഗ്സ്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക്
പെട്ടെന്ന് തന്നെ അത് നിർത്തിക്കോളാൻ പറ്റണമെന്നില്ല അല്ലേ, അവർക്ക് പിന്നെയും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വഴി ചിലപ്പോൾ അത് വീണ്ടും ഇൻടേക്ക് ചെയ്യണമെന്നൊക്കെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തടയാനാണ് നമുക്ക് ഈ ഒരു സ്റ്റേജ് യൂസ്ഫുൾ ആവുന്നത്. നമ്മളിങ്ങനെ തെറാപ്പി കൊടുക്കുന്നത് വഴിയൊക്കെ അവർക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന വഴി ഇങ്ങനെ ഉണ്ടാകുന്ന സിംറ്റംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെറോയിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് എങ്ങനെയാണ് നമ്മളത് ട്രീറ്റ് ചെയ്യുക. ഹെറോയിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരാൾക്കാണ് മെത്തനോണും അങ്ങനത്തെ ഡോസേജ് ലെവലൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെത്ത് റേറ്റ് എങ്ങനെ ഇതാക്കാമെന്നും പിന്നെ ഹെൽത്ത് പ്രോബ്ലംസ് അതിനോട് ചേർന്ന് വരുന്ന ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എങ്ങനെ ഇതാക്കാമെന്നും പറയുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇൻ ജനറൽ ദ മോർ ട്രീറ്റ്മെൻറ്റ് ഗിവൺ ദ ബെറ്റർ ദ റിസൾട്ട്. എത്രമാത്രം അവർക്ക് ചികിത്സ കൊടുക്കുന്നോ അത്രയും നല്ല റിസൾട്ട് നമുക്ക് അവരിൽ നിന്ന് കിട്ടും. മെനി പേഷ്യൻസ് റിക്വയർ അതർ സർവീസസ് ആസ് വെൽ സച്ച് എസ് മെഡിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് സർവീസസ് ആൻഡ് HIV പ്രിവെൻഷൻ സർവീസസ്. പറയുകയാണ് ആളുകൾക്ക് ചില പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും പലർക്കും വേണ്ടി. അതായത് ഒരുപാട് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് വെറും എന്തുമാത്രം ഗുളിക കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടോ മാറിക്കോളണമെന്നില്ല, അതിൻ്റെ സപ്പോർട്ടായിട്ട് വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം. അപ്പോൾ അങ്ങനത്തെ സർവീസസ് ആണ് പറയുന്നത്. ചിലപ്പോൾ മെഡിക്കലിനോടൊപ്പം തന്നെ എന്തും കൂടി വേണ്ടിയേക്കാം, മെൻ്റൽ ഹെൽത്ത് സർവീസ് വേണ്ടി വന്നേക്കാം അവർക്ക്. അതുപോലെ തന്നെ HIV പ്രിവെൻഷൻ സർവീസും അവർക്ക് വേണ്ടി വന്നേക്കാം എന്നാണ് പറയുന്നത്. കുറേ കാലം ട്രീറ്റ്മെൻ്റ് ഉള്ള ആളുകൾക്ക് ബെറ്റർ ഔട്ട്കംസ് ഉണ്ടാവും. അതായത് കുറച്ച് കാലം മാത്രം ചികിത്സ നേടുന്നതിനേക്കാളും ദീർഘകാലമായിട്ട് ചികിത്സ നേടിയ ആൾക്ക് കൂടുതൽ നല്ല റിസൾട്ട് കാണിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് പേഷ്യൻസ് ഹു ഗോ ത്രൂ മെഡിക്കലി അസിസ്റ്റഡ് ഇൻ്റർവെൻഷൻ വിത്ത് മിനിമൈസ് ഡിസ്കംഫർട്ട് ബട്ട് ഡു നോട്ട് റിസീവ് എനി ഫർദർ ട്രീറ്റ്മെൻറ്റ് പെർഫോം അബൌട്ട് ദ സെയിം ഇൻ ടേംസ് ഓഫ് ദോസ് ഹു ആർ നെവർ ട്രീറ്റഡ്. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എടുക്കുക എന്നുള്ളതൊന്നുമില്ല. നമ്മളത് ഒരു മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്യണം. നമുക്കറിയാം ഒരു അസുഖം വരികയാണെങ്കിൽ ആ അസുഖം മാറുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, മരുന്ന് കഴിക്കണം അല്ലേ. പകുതി വെച്ച് നിർത്തി പോയി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. സെയിം സെറ്റ് ഹിയർ. പിന്നെ പറയുകയാണ് കഴിഞ്ഞ 25 വർഷത്തോളമായി നമുക്ക് പഠനത്തിലൊക്കെ കാണിക്കാൻ പറ്റുന്നുണ്ട് എന്തെന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് ഡ്രഗ്സിൻ്റെതും യൂസേജ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് കാരണം ഡ്രഗ്സ് കാരണം ഉണ്ടാകുന്ന ക്രൈംസും എന്ത് ചെയ്യാം, കുറഞ്ഞു വരാം. അപ്പോൾ അതുപോലെ തന്നെ ഡ്രഗ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ ഇതിൽ എന്തുണ്ടാകും, കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാമെന്നാണ് പറയുന്നത്. അപ്പം റിസർച്ചേഴ്സ് ഓൾസോ ഹാവ് ഫൗണ്ട് ദാറ്റ് ഡ്രഗ് അബ്യൂസേഴ്സ് ഹു ഹാവ് ട്രീറ്റ്മെൻറ്റ് ആർ മോർ ലൈക്ലി ടു ഹാവ് ജോബ്സ്. അപ്പോൾ റിസർച്ചേഴ്സ് എന്തും കൂടി ഫൗണ്ട് ചെയ്തിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് എടുത്ത ആളുകൾക്ക് ജോലി കിട്ടുന്ന കാര്യവും ആർ മോർ ലൈക്ലി ടു ഹാവ് ജോബ്സ്. അതായത് ഡ്രഗ് അടിച്ചിരിക്കുന്നവർക്കൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, പണിക്കും പോകണ്ട അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടാവുക. അതൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് ഇൻ ടു ദ സൊസൈറ്റി അഗെയിൻ. ഓക്കെ. പിന്നെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഡ്രഗ് അബ്യൂസിൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്, ഒരാളെ വീണ്ടും അവൻ്റെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് അതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറയാം ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിൻ്റെ ഡ്രഗ് ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതും അയാളുടെ എബിലിറ്റി, അതായത് ശരിയായിട്ടുള്ള അയാളുടെ ഫങ്ഷൻ, അയാൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലേക്കുള്ളതൊക്കെ കൊണ്ടുവരാൻ, അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയുന്നത്. അതായത് ഫൈനൽ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് എന്താണ്, ലാസ്റ്റിലേക്ക് എബ്സ്റ്റിനൻസ് ആണ്. പക്ഷേ എന്നാലും ഇമ്മീഡിയറ്റ് എന്ന് പറയുന്ന അയാളുടെ ഡ്രഗ് ഉപയോഗം കുറയ്ക്കാനും അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ പല ടൈപ്പ് ഓഫ് ഡ്രഗ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഷോർട്ട് ടേം മെത്തേഡ്സ് ഉണ്ട്, 6 മാസം കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ റെസിഡൻഷ്യൽ തെറാപ്പീസ് ഉണ്ട്, മെഡിക്കേഷൻ തെറാപ്പീസ് ഉണ്ട്, അങ്ങനെ കുറച്ച് തെറാപ്പീസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലോങ് ടേം തെറാപ്പീൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യമാണ് പറഞ്ഞാൽ അതിൽ എന്താ കാണിച്ചിരിക്കുന്നത്, മെത്തഡോൺ മെയിൻ്റനൻസ് ഔട്ട് പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഒപ്പിയേറ്റ് അഡിക്ട്സ് ആൻഡ് റെസിഡൻഷ്യൽ തെറാപ്പോട്ടിക് കമ്മ്യൂണിക്കേഷൻ ട്രീറ്റ്മെൻറ്റ്. ഇത്രയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് ലോങ് ടേമിലും ഷോർട്ട് ടേമിലും വരുന്നത്. ഇതിൽ കാര്യമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ എന്താണ് അതിൻ്റെ ആ ഒരു ഉള്ളടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഡ്രഗ് യൂസിൻ്റെ കാര്യമാണ്, എന്നാണ് ഇൻ്റർനാഷണൽ ഡേ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി പോയാൽ ജസ്റ്റ് അതിൻ്റെ ആ ഒരു അതെന്താ പറയുന്നത് എന്നുള്ളത് നോക്കി പോവാണ് വേണ്ടത്. താങ്ക് യു.